കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതാവ് മുഹമ്മദ് റിയാസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. രാഘവൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. വിവരങ്ങൾ നൽകാൻ ഷിത ജഗത് ചേരുന്നുണ്ട്. ഷിത, എന്തായാലും രാഘവനെതിരെയുള്ള ആരോപണങ്ങളും പ്രതിഷേധങ്ങളുമെല്ലാം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. എന്താണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്? നൈനു, കഴിഞ്ഞ ദിവസം തന്നെ രാഘവനെതിരെയുള്ള ഒളിക്യാമറ ദൃശ്യങ്ങൾ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDF പരാതി നൽകിയിരുന്നു. അതിനു പുറമെയാണ് ഇപ്പോൾ MK രാഘവന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതി കൂടി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായ PM മുഹമ്മദ് റിയാസ് നൽകിയിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ഒപ്പം തന്നെ ഭരണാധികാരിക്കും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. രാഘവൻ നടത്തിയിരിക്കുന്ന ഇതുവരെയുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും അന്വേഷിക്കണമെന്നുള്ളതാണ് പ്രധാനമായിട്ടുമുള്ള ആവശ്യം. ഈ തെരഞ്ഞെടുപ്പിലും പെരുമാറ്റച്ചട്ട ലംഘനം രാഘവൻ നടത്തി എന്നുള്ളത് ഒളിക്യാമറ ദൃശ്യങ്ങളിലൂടെ വ്യക്തമായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അത്തരം ഒരു അന്വേഷണം നടത്തണം. പെരുമാറ്റച്ചട്ട ലംഘനമാണെങ്കിൽ അതിനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും LDF ഉയർത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇന്നലെ തന്നെ കോഴിക്കോട് ജില്ലാ കലക്ടർ ടിക്കാറാം മീണയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിൽ പ്രധാനമായും ദൃശ്യങ്ങളുടെ ആധികാരികത സംബന്ധിച്ച പരിശോധന വേണമെന്നുള്ളതായിരുന്നു ആവശ്യം. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും ഒപ്പം തന്നെ LDF കൂടെ തെരഞ്ഞെടുപ്പ് കൺവീനർ കൂടിയാണ് PA മുഹമ്മദ് പ്രദീപ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിരിക്കുന്നത്. സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചുള്ള നിരവധി പരാതികൾ MK പരാതികളായിട്ടല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. MP ആയിരുന്ന സമയത്ത് രാഘവൻ വലിയ രീതിയിൽ തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടെ അതിന്റെ കൂടെ ഒരു ആകെത്തുകയായിട്ടുള്ള ഒരു പരാതിയാണ് PA മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ളത്. നൈനു, ഷിത, എന്തായാലും നേരത്തെ തന്നെ ഇത്തരമൊരു ആരോപണം വന്നപ്പോൾ തന്നെ രാഘവൻ പറഞ്ഞത് ഇത് CPM ആണ്, പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത്തരമൊരു പരാതി എത്തുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും രാഘവന്റെ പ്രചരണത്തെ ബാധിക്കുക? എന്തായാലും LDF എന്തായാലും പ്രചരണായുധമാക്കാൻ തന്നെയല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായും LDF ഇതിനകം തന്നെ LDFന്റെ ഏറ്റവും വലിയ പ്രചാരണമായി ഉയർത്തിക്കാട്ടുന്നത് MK രാഘവനെതിരെയുള്ള ഈ ഒളിക്യാമറ ദൃശ്യങ്ങളാണ്. കാരണം ഇതുവരെയും വികസനങ്ങൾ പറഞ്ഞുകൊണ്ട് കോഴിക്കോട് 2 തവണയായി താൻ നടത്തിയ MP ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു MK രാഘവൻ വോട്ട് ചോദിച്ചിരുന്നത്. അതിനെതിരെ കിട്ടിയിരിക്കുന്ന ഒരു ആയുധം എന്നുള്ള രീതിയിൽ തന്നെയാണ് LDF ഇതിനെ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. പ്രചാരണങ്ങളിലെല്ലാം തന്നെ ഈ ഒളിക്യാമറ ദൃശ്യങ്ങളിൽ വന്നിരിക്കുന്ന ആരോപണങ്ങൾ അവർ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അത് രാഘവന്റെ പ്രചാരണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറി ആ ഒരു LDFന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകേണ്ടതിലേക്ക്, പ്രതിരോധിക്കേണ്ടതിലേക്ക് ആയി മാറിയിട്ടുണ്ട് MK രാഘവന്റെ പ്രചാരണം. വരും ദിവസങ്ങളിലും ഇത് സജീവ ചർച്ചയായും സജീവ വിഷയമായി നിൽക്കുന്നിടത്തോളം കാലം അത്തരം ഒരു പ്രതിസന്ധി UDF നേരിടുകയും ചെയ്യും. നൈനു, ഷിത, ഇന്നലെ തന്നെ MK രാഘവൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നലെ തന്നെ പോലീസിന് പരാതി നൽകുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് എന്തായാലും MK രാഘവന് പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് പറയുന്നത്. തീർച്ചയായും അത് ആദ്യ ദിവസങ്ങളിൽ തന്നെ MK രാഘവനെതിരെയുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്ന ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം MK രാഘവന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒപ്പം ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരും ഇക്കാര്യത്തിൽ രാഘവനൊപ്പമാണ്, CPM ആണ് ഗൂഢാലോചന നടത്തിയത് എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഒരു ഹിന്ദി ചാനൽ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളിൽ CPMനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട്, CPMനെ എതിരായി നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ UDF ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM ആണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും CPM ഈ ചാനലിൽ തന്നെ സമീപിച്ചവരെ CPM ആതിഥേയത്വം നൽകുകയായിരുന്നു എന്നുമുള്ള ആരോപണമായിരുന്നു MK രാഘവൻ ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് CPM എന്ന രീതിയിൽ ഈ പ്രചാരണ രംഗത്ത് ഈ പോര് പോകുന്നുണ്ട്. ഇതുവരെ ഈ പ്രധാനമായും LDF ഉയർത്തി കാണിക്കുന്നത് CPM ആണ് ഇതിന് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നുണ്ട്. അതിനുള്ള തെളിവുകൾ MK രാഘവൻ ഹാജരാക്കണമെന്നുള്ളൊരു കാര്യമാണ് T മോഹനൻ CPM ജില്ലാ സെക്രട്ടറി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ കൂടി പറഞ്ഞത്. അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അതിനെ വെല്ലുവിളിക്കുകയും കൂടി അദ്ദേഹം ചെയ്തിരുന്നു. ഇത് എല്ലാം ഗൂഢാലോചന ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ MK രാഘവൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നത്. ഇതിലെ ഗൂഢാലോചന ഒപ്പം തന്നെ തനിക്കെതിരെയുള്ളത് കെട്ടിച്ചമച്ച കേസുകളാണ്, ഇതെല്ലാം അന്വേഷിക്കണമെന്നുള്ളതായിരുന്നു MK രാഘവന്റെ പരാതിയിൽ ഉണ്ടായിരുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരുന്ന പരാതി സിറ്റി പോലീസ് കമ്മീഷണർ ഇന്നലെ രാത്രിയോടെ തന്നെ അന്വേഷണത്തിനായി DCP AK ജലാൽ കൈമാറുകയും ചെയ്തിരുന്നു. ഷിത, എന്തായാലും LDF ഇതിനെല്ലാം പ്രചരണ ആയുധമാക്കിയിരിക്കുന്നു. പക്ഷേ പരാതികൾ പോലീസിന് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലും ഈ വിഷയം എത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരമൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടന്ന ആരോപണങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ അത് MK രാഘവന്റെ സ്ഥാനാർത്ഥിത്വത്തെ തന്നെ ബാധിക്കില്ലേ?
അങ്ങനെ ഒരു നീക്കം തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. പക്ഷെ അത് ആധികാരികത, അതായത് ഒരു സ്റ്റോറി ആയിട്ടാണ്, അതായത് വീഡിയോ സ്റ്റോറി ആയിട്ടാണ് ഇപ്പോൾ ടെലിവിഷൻ ചാനൽ വാർത്ത സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. അതായത് എഡിറ്റ് ചെയ്തിട്ട് കൊണ്ട് തന്നെയാണ് വാർത്ത സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. അതിന്റെ ആധികാരികത, അതായത് സംഭാഷണത്തിലും ഒപ്പം തന്നെ ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെയുള്ള ആധികാരികത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് മുഴുവൻ അതായത് ഈ ദൃശ്യങ്ങൾ മുഴുവൻ ലഭിച്ചാൽ മാത്രമേ അത്തരം ഒരു പരിശോധന സാധ്യമാവുകയുള്ളൂ. അതിനുള്ള ഒരു ശ്രമമാണ് ഇനി നടത്തേണ്ടത്. കോഴിക്കോട് ജില്ലാ കളക്ടറോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം റിപ്പോർട്ട് നൽകുകയും ചെയ്യുക. മാധ്യമ വാർത്തകളെ തുടർന്നായിരുന്നു ടിക്കാറാം മീണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതിന് പ്രധാനമായും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഇത് തന്നെയാണ്. അതായത് ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ഫുട്ടേജസും കിട്ടിയാൽ മാത്രമേ ഈ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താൻ കഴിയൂ. അത്തരം ഒരു പരിശോധനയും ശാസ്ത്രീയമായ പരിശോധനയും വേണമെന്നുള്ള ഒരു കാര്യമായിരുന്നു കളക്ടർ ഉന്നയിച്ചിരുന്നത്. പക്ഷെ അതിനെല്ലാം ഒരുപക്ഷെ സമയമെടുത്തേക്ക്. ഇനി നമുക്ക് അറിയാം 23-ാം തീയതിയാണ് ഇലക്ഷൻ വരുന്നത്. 12 ദിവസം കൂടി മാത്രമേ അതിനുള്ളൂ. അതിനെല്ലാം ചിലപ്പോൾ സമയമെടുത്തേക്കും. അതുവരെ ഏത് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതും ഒപ്പം തന്നെ LDF എങ്ങനെ ഇതിനെ ആയുധമാക്കുന്നു എന്നുള്ളതുമാണ് നമുക്കിനി കാണാനുള്ളത്. എന്തായാലും LDFിനെതിരെ ഒരുപാട് വിഷയങ്ങളുണ്ട് UDFിന് ആരോപിക്കാൻ. ആ ഇടയ്ക്കാണ് ഇത്തരമൊരു വീണു കിട്ടിയൊരു നിധി പോലെയാണ് ഇപ്പോൾ LDF ഈ വിഷയം, രാഘവനെതിരെയുള്ള ഈ ഒരു ആരോപണത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും പ്രചരണം ശക്തമാക്കും. രാഘവനെതിരെയുള്ള ശക്തമായൊരു പ്രതിഷേധം തന്നെയായിരിക്കും പ്രചരണത്തിലുടനീളം LDF ഉന്നയിക്കുക. ഇതിനെ പ്രതിരോധിക്കാൻ ഏത് രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കായിരിക്കും UDF നേതൃത്വം നൽകുക? തെരഞ്ഞെടുപ്പിൽ കോഴിക്കോടിന്റെ ഒരു മണ്ഡല ചിത്രം പൂർത്തിയായപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് വികസനം, 2 തവണത്തെ വികസനം മുൻനിർത്തിക്കൊണ്ട് MK രാഘവൻ വോട്ട് ചോദിക്കുന്നു. അതേ രീതിയിൽ തന്നെ അതിനെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് LDF പ്രദീപ് കുമാർ MLA തന്നെ MP സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. അതായത് വികസനം പറഞ്ഞുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരും വോട്ട് പിടിക്കുന്ന ഒരു സാധ്യതയായിരുന്നു നമുക്ക് മണ്ഡലത്തിൽ കാണാനുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രശ്നം എന്നുള്ളത്. അത് വലിയ രീതിയിൽ തന്നെ UDFിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നുള്ളതും മറ്റു കാര്യങ്ങളുമെല്ലാം തെളിയിക്കപ്പെടേണ്ട ഒന്നാണ്. എഡിറ്റ് ചെയ്തിട്ടുണ്ടോ, ദൃശ്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടോ? MK രാഘവൻ പറഞ്ഞതുപോലെ തന്റെ ശബ്ദം ഡബ് ചെയ്ത് ചേർക്കപ്പെട്ടതാണെന്ന് വരെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ അതുവരെയുള്ള ഒരു സമയങ്ങളിൽ LDFിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു പ്രചാരണ ആയുധം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അവർ ഇത്രയും ദിവസം ഉയർത്തി കാട്ടിക്കൊണ്ടിരുന്ന എതിർ സ്ഥാനാർത്ഥിയുടെ 77 കോടി രൂപയുടെ ഒരു അഴിമതി എന്നുള്ള കാര്യം അവർ MK രാഘവൻ സ്ഥാനാർത്ഥിയായ ഉടനെ തന്നെ LDF അത് ഉയർത്തിക്കാട്ടിയിരുന്നു. അതിനുശേഷം LDFിന് കിട്ടുന്ന ഒരു ആയുധം തന്നെയാണ് ഈ ഒളിക്യാമറ ദൃശ്യങ്ങൾ. CPM ആണ് ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു പറയുന്നതും കോഴിക്കോട് CPM കോൺഗ്രസ് പോര് നടക്കുന്നതിനാൽ തന്നെയാണ്. അതുകൊണ്ടാണ് CPM നേതാക്കൾ ഗൂഢാലോചന നടത്തുകയും തനിക്കെതിരെ CPM നേതാക്കളാണ് ഇത്തരം ഒരു വാർത്തയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു കെട്ടിച്ചമച്ച കാര്യങ്ങൾക്ക് പിന്നിലെന്ന് MK രാഘവൻ ആവർത്തിക്കുകയും ചെയ്യുന്നത്. അത് ഇരുവരും തമ്മിലുള്ള പോരിനെ തന്നെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കോൺഗ്രസ് UDF അല്ലെങ്കിൽ ഇത്തവണ കുറച്ച് പ്രതിരോധത്തിലായിട്ടുണ്ട് ഈ വിഷയം വന്ന ഉടനെ എന്നുള്ളത്. ഇപ്പം റിയാസ് നൽകിയ പരാതിയിൽ UDFിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? നൈനു, നമുക്ക് അല്പസമയത്തിനകം തന്നെ അത് ലഭിക്കുന്നറിയാം. കാരണം ഈ വാർത്തകൾ വന്നതിന് ശേഷം നമുക്ക് അവരെ ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചില്ല. പക്ഷെ നിയമപരമായി തന്നെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നുള്ള കാര്യം UDF നേതാക്കൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പോലീസിൽ പരാതി നൽകുകയും അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തിരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവങ്ങളിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പരിപൂർണ പിന്തുണ MK രാഘവനുണ്ട്. തുടരുക. ഇപ്പോൾ KP സെക്രട്ടറി അബ്ദുൾ മജീദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ മജീദ്, എന്തായാലും LDF രാഘവനെതിരെയുള്ള ആരോപണം ശക്തമായി തന്നെ പ്രചരണ രംഗത്ത് ആയുധമാക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എങ്ങനെ കാണുന്നു ഇതിനെ? നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന കപട നാടകങ്ങളല്ലേ ഇതൊക്കെ? MK രാഘവനും ഇവരൊക്കെ അവിടെ തന്നെ ഇത്ര കാലം ഇല്ലായിരുന്നോ? എന്തേ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിട്ട് ഇവർ പ്രതികരിക്കാറിഞ്ഞു? അപ്പൊ തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി കൊണ്ടുകൊണ്ട് DFIയും CPM നടത്തുന്ന കള്ള നാടകങ്ങളായ ഇതിനെ തള്ളിക്കളയും. യാതൊരു സംശയവും വേണ്ട. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിയുമോ? ഈ നാളിതുവരെ ഇവരവിടെ ഇല്ലായിരുന്നോ? പക്ഷെ ഇപ്പോഴല്ലേ എല്ലാം പുറത്തു വരുന്നത്? ഹലോ, സ്റ്റിംഗ് ഓപ്പറേഷന്റെ വിവരങ്ങളെല്ലാം ഇപ്പോഴല്ലേ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരുന്നത്? ആരാണെന്ന് ഉണ്ടാക്കിയത്?
ഈ ദൃശ്യങ്ങളൊക്കെ ക്രോഡീകരണം നടത്തിയതാരാണ്? പക്ഷെ നിങ്ങളോട് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കെ പി മോഹനൻ പറഞ്ഞിരിക്കുന്നത് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ തെളിയിക്കൂ, CPM ഇത്തരമൊരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. CPM-ന്റെ ഈ കള്ള നാടകത്തെ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും. ഇതൊക്കെ എന്നോ നടന്നുപോയ, ഏതൊക്കെ കാലത്ത് നടന്നുപോയ തന്ത്രങ്ങളും സൂത്രങ്ങളുമാണ്. ഇത് ഇപ്പോഴും എടുത്തു പ്രയോഗിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ. MK രാഘവൻ ബഹുഭൂരിപക്ഷത്തോട് വളർന്ന് വിജയിക്കും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഇനി അവരുടെ കയ്യിലുള്ളതൊക്കെ പുറത്തുവിടട്ടെ. എന്തും നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം തയ്യാറാണ്. എന്തായാലും പ്രചരണത്തിൽ ഇതൊന്നും ബാധിക്കില്ല അല്ലേ? ഒട്ടും ബാധിക്കില്ല. ഇത് പുതിയ ഊർജം കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ ഇത്തരമൊരു പരാതി നൽകിയൊരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന നടപടി? എന്തായാലും കെ രാഘവൻ എന്തായാലും UDF ശക്തമായ പിന്തുണ നൽകും. ആരോപണങ്ങളൊന്നും പ്രശ്നമില്ല, അതൊക്കെ കെട്ടിച്ചമച്ചതാണ് എന്നുള്ള എല്ലാം നിങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ എന്തായാലും പിന്തുണ ശക്തമായി തന്നെ MK രാഘവൻ ഉണ്ടാകും. തീർച്ചയായും യാതൊരു സംശയവുമില്ല. വഴിയിലിട്ട് പോകുന്ന പാരമ്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല. അതവർ മനസ്സിലാക്കിയാൽ മതി. ശരി, വളരെ നന്ദി. ഇഷ്ടമില്ലാത്തവരെ നിഷ്കരണം കൊല്ലുന്ന സ്വഭാവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല. മനസ്സിലാക്കിയാൽ മതി. ശരി, വളരെ നന്ദി ശ്രീ KP അബ്ദുൾ മജീദ് ഇപ്പോൾ ഈ സമയം പ്രതികരിച്ചത്.